കായംകുളം പത്തിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡായ എരുവ പിടിച്ചെടുത്ത് കോൺഗ്രസ് കരുത്തു കാണിക്കുമ്പോൾ പൊളിയുന്നത് ബിജെപിയുടെ ബിപിൻ സി ബാബു ഓപ്പറേഷൻ. കായംകുളം കേന്ദ്രീകരിച്ച് ശോഭാ സുരേന്ദ്രൻ പ്രവർത്തനത്തിലാണ്. ഇതിനിടയിലാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ബിപിൻ സി ബാബു ബിജെപിയിലെത്തിയത്. കായംകുളം നിയമസഭാ സീറ്റ് പ്രതീക്ഷിച്ചാണ് വരവെന്നായിരുന്നു വിലയിരുത്തൽ. ഇതിന് പിന്നിൽ ചില വ്യക്തികളുടെ കൈയുമുണ്ടായിരുന്നു. പത്തിയൂരിൽ ബിജെപി ജയിക്കുമെന്നും അതോടെ ബിപിൻ സി ബാബുവിന് നല്ല കാലം വരുമെന്നായിരുന്നു ഈ വിഭാഗത്തിന്റെ പ്രതീക്ഷ. എന്നാൽ CPM-ന് തിരിച്ചടിയുണ്ടായി. പക്ഷേ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസും. അതായത് CPM-നോടുള്ള അതൃപ്തി ബിജെപിക്ക് വോട്ടായി മാറിയില്ല. ബിപിൻ സി ബാബുവിനോട് എതിർപ്പുള്ള ബിജെപിക്കാരും മാറ്റിക്കുത്തി. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയം പ്രതീക്ഷിച്ച് നിരാശരായ ബിജെപി നേതൃത്വം കായംകുളത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ട സ്വപ്നം പൊലിഞ്ഞു എന്ന് വേണം പറയാൻ. പത്തിയൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക് എരുവ 575 വോട്ട് നേടിയാണ് വിജയിച്ചത്. CPIM സ്ഥാനാർത്ഥി CS ശിവശങ്കരപിള്ള 476 വോട്ടോടെ രണ്ടാമതെത്തി. കഴിഞ്ഞ തവണ CPIM-ന്റെ ജയകുമാരി വിജയിച്ച വാർഡാണിത്. ജയകുമാരിയുടെ വിയോഗത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. CPM വിട്ട് BJP-യിലേക്ക് പോയ ബിപിൻ സി ബാബുവിന്റെ വീട് ഉൾപ്പെടുന്ന വാർഡാണ് പത്തിയൂർ. പക്ഷേ BJP-ക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് BJP മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതിന്റെ ആവർത്തനം ബിപിൻ സി ബാബു വന്ന ശേഷം ഉണ്ടായില്ല. കായംകുളത്ത് CPM വിട്ട് ബിപിൻ സി ബാബു BJP-യിൽ ചേർന്നതോടെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ബലാബലത്തിനുള്ള ഗോധയായി മാറുമെന്നായിരുന്നു വിലയിരുത്തൽ. കഴിഞ്ഞ തവണ CPM 54 വോട്ടിനാണ് വിജയിച്ചത്. 531 വോട്ട് ലഭിച്ചു. കോൺഗ്രസിന് 477 വോട്ട്, BJP-ക്ക് 406 വോട്ട് എന്നിങ്ങനെ. എരുവ എന്നാണ് വാർഡിന്റെ പേര്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ദീപക് എരുവ 575 വോട്ട് നേടി. CS ശിവശങ്കരപിള്ളയ്ക്ക് 476 വോട്ട്. BJP-യുടെ ബിജു ആമ്പക്കാട്ടിന് 391. അതായത് BJP-ക്ക് വോട്ട് കുറഞ്ഞു. ബിപിൻ സി ബാബു ഇഫക്റ്റ് BJP-യെ തുണച്ചില്ലെന്നാണ് സാരം. 19 വാർഡുള്ള പഞ്ചായത്തിൽ LDF 14, NDA 4, UDF 1 എന്നിങ്ങനെയായിരുന്നു നേരത്തെയുള്ള കക്ഷിനില. ഇനി ഇടതിന് 1 കുറയും, കോൺഗ്രസിന് 1 കൂടും. 4 BJP അംഗങ്ങൾ ഇവിടെയുണ്ട്. അതായത് അടിസ്ഥാന വോട്ടുകൾ BJP-ക്കുള്ള സ്ഥലം തന്നെയാണ് പത്തിയൂർ. എരുവയിൽ അതുകൊണ്ട് തന്നെ വോട്ട് കൂടുമെന്നും BJP പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സംഭവിച്ചത് മറിച്ച്. ഇതോടെ ബിപിൻ സി ബാബു എത്തിയത് ഗുണം ചെയ്തില്ലെന്ന വിലയിരുത്തലും സജീവമാവുകയാണ്. കഴിഞ്ഞ തവണയും ദീപക് എരുവ മത്സരരംഗത്തുണ്ടായിരുന്നു. ഇത്തവണ വാർഡ് പിടിച്ചെടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാക്കിയ മുന്നണികൾ വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചരണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമയത്തായിരുന്നു ബിപിന്റെ കൂടുമാറ്റം. പഞ്ചായത്ത് അംഗമായിരുന്ന ജയകുമാരി മരിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ജയകുമാരിയുടെ ഭർത്താവാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥി CS ശിവശങ്കരപിള്ള. സഹതാപ തരംഗത്തിൽ ജയിക്കാമെന്നായിരുന്നു CPM പ്രതീക്ഷ. ബിപിൻ കൂടുമാറുമ്പോൾ എന്തും സംഭവിക്കാമെന്ന വിലയിരുത്തലെത്തി. അങ്ങനെ CPM തോറ്റു. പക്ഷേ BJP സന്തോഷിക്കുന്നില്ല. ഇതിനൊപ്പം ശോഭയുടെ ലോക്സഭാ ഇഫക്റ്റും ചർച്ചകളിലുണ്ട്. ബിപിൻ സി ബാബുവിന് BJP-ക്ക് വോട്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ശോഭയുടെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളായി ശോഭയുടെ പേര് ഒന്നാമതായി മാറുകയാണ്.